നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാനിത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. സിനിമ ചേരണം. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. മലയാളം ഇതാരെ കൊണ്ടാ ഒന്ന് വായിപ്പിക്കുക? തേങ്ങ 500, പിണ്ണാക്ക് 800. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണ്ട? അതെ. നീയാണോ? അതെ, ഞാനാണ്. നീയാണോ പിണ്ണാക്ക് കഴിക്കുന്നത്? പിണ്ണാക്ക് തിന്നുന്ന ഞാനല്ല. ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്. നമസ്കാരം, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി. അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടിക്കിട്ടിരിക്കുന്നത്. ഇതാരാ? അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം. വല്ലാണ്ട് ഇന്നും കഴിച്ചു പോകട്ടെ ഞാനും വിചാരിച്ചു. അതേ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാമല്ലോ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി? ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? തന്തയ്ക്ക് നിറവില്ലാത്ത ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം ഞാൻ മാറ്റിൽ നിന്ന് ഇങ്ങനെ കാണിക്കാൻ പോച്ചയുടെ പട്ടി, ഇത് പട്ടിയുടെ പട്ടി. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യ? നമ്മള് ഇത് ഗാന്ധിനഗറാണോ? ഇത് ഗാന്ധിനഗറല്ല, എന്റെ തോളാണ്. എങ്ങനെയുണ്ട്? സോറി, മൂത്രം ഒഴിക്കാൻ വന്നതാ. ഇവിടെ ഇരുന്ന ബാത്റൂം എവിടെ? ഇവിടെ തന്നെ പൊക്കോളൂ. എനിക്ക് ഒരാളെ നിൽക്കുമ്പോ പറ്റില്ല. അതാ. മര്യാദയ്ക്ക് വേഗം പെണ്ണ് കെട്ടിക്കോണം. നിനക്ക് വേണമെങ്കിൽ എന്റെ മോളെ കെട്ടിച്ചു തരാം. എന്തിനാ മോളാക്കണേ? ചേർത്തിനെ ഞാൻ തന്നെ കെട്ടിക്കോളാം. ഈ അന്തപ്പെട്ടിങ്ങനെ വെല്ലു വെച്ചിട്ട് ഞാൻ കെട്ടിക്കോളാം. എന്നെ പ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ. ഞാൻ ഈ ഇടവകയിൽ ഓടിയെടുത്ത് കല്യാണം കഴിച്ചാലും പിന്നെ എന്നെ പിടിച്ച കെട്ടിന്ന് വരില്ല. രാമായണം എഴുതിയതാരാ? ഞാനിങ്ങല്ല പോച്ചുമാരുന്നു. ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. രാമായണം എഴുതിയതാരാണ്? ഞാനല്ല. ചിലപ്പം അവനായിരിക്കും ഇത് എഴുതിയത്. പേടിച്ചിട്ട് പറയാതിരുന്നു. എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? ഞാൻ പ്രതീക്ഷിച്ച അത്ര കഞ്ഞി വെക്കാം. മറ്റേ ചമ്മന്തി അരക്കണം നിനക്കിട്ടതിന്. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം. ഇത് മണതല കാതലല്ലേ? അല്ലേ 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 അല്ലേ? അതയം താണ്ടി പുതിനേലല്ല കറുവപ്പട്ട. ഞാൻ മുകളിലോട്ട് വന്നാ നിന്നെ വെട്ടിപ്പിളക്കും. എടാ കമലാസ, ഞാൻ മുകളിലോട്ട് തുപ്പാത്തെന്നറിയാടാ. മുകളിലോട്ട് തുപ്പി ആ തുപ്പൽ എന്റെ മുഖത്തേനെ വീഴുമെന്നുള്ളോണ്ടാ.